യെസ്, ലൈവ് ആണ്. പ്രിയപ്പെട്ടവരെ, കൾച്ചറൽ ഫോറം കേരള 4 ദിവസമായി നടത്തുന്ന പ്രതിരോധ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ദിവസമാണിന്ന്. ഈ മാസം ഇന്ന് 25 മുതൽ 28 വരെയാണ് ഈ പ്രഭാഷണ പരമ്പര നീളുന്നത്. എല്ലാം ആസൂത്രിതമായിരുന്നു എന്നത് നാം ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു വാചകമാണ്. എനിക്ക് തോന്നുന്നത് അത് ജോർജ് ഓർവെല്ലിന്റെ ഒരു പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ പ്രയോഗം നിലനിൽക്കുന്നത് എന്നാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പോലും പിറകിലാക്കുന്ന വിധം എല്ലാം ആസൂത്രിതമായിട്ട് നടപ്പാക്കപ്പെടുകയാണ്. ഹിന്ദുത്വ ശക്തികൾ 1925 ആരംഭിക്കപ്പെട്ട ഹിന്ദുത്വ ഫാസിസ്റ്റ് സംഘടന, അത് നാം ആരും അറിയാതെ, നമ്മളാരും ഒരു വലിയ സംഭവമായിട്ട് നമുക്കാർക്കും അനുഭവപ്പെടാത്ത രീതിയിൽ തന്നെ അവരുടെ എല്ലാ അജണ്ടകളും, അവരുടെ എല്ലാ സ്വപ്നങ്ങളും, അവരുടെ എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്കാരത്തിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, എന്തിന് നമ്മുടെ തൊഴിൽ മേഖലയിൽ പോലും എല്ലാ തരത്തിലുമുള്ള അധിനിവേശങ്ങൾ, ആധിപത്യങ്ങൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഉയർന്നു വരേണ്ടുന്ന പ്രതിരോധങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അത് ഇപ്പുറമുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിനെ തടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ടെങ്കിലും ആ നിലയിലുള്ള ശ്രമങ്ങളോ ചലനങ്ങളോ നീക്കങ്ങളോ വളരെ ശ്രദ്ധേയമായ രീതിയിൽ നിലനിൽക്കുന്നില്ല എന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കൂടിയാണ് നമ്മൾ ഇന്ന് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഈ അടുത്ത തീയതികളിൽ കേരളത്തിലെ കാലടിയിൽ വെച്ച് ഇത്തരം ഹിന്ദുത്വ കടന്നാക്രമണങ്ങളിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്ന, ഒരു തുരുത്തെന്ന് നാം ആശ്വസിച്ചിരുന്ന നമ്മുടെ കേരളത്തിൽ പോലും പിടിമുറുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കാലടിയിൽ വെച്ചൊരു വിദ്യാഭ്യാസ ഉച്ചകോടി നടക്കുകയാണ്. ഹിന്ദുമത സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദുത്വ ഏജൻസികളായി നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാർ, അതേപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട RSSുമായും കേന്ദ്ര ഭരണ കക്ഷിയുമായും ബന്ധമുള്ള സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ അടക്കം പങ്കെടുക്കുന്ന ഈ വിദ്യാഭ്യാസ ഉച്ചകോടി അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ ഭരണത്തിന്റെയോ അഡ്മിനിസ്ട്രേഷന്റെയോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രോട്ടോകോളിലും ഒരു പങ്കാളിത്തവുമില്ലാത്ത മോഹൻ ഭാഗവത് എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ തലവനാണ് എന്നതും നാം വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ വളരെ ആസൂത്രിതമായിട്ട് പോക്കർ മാഷ്ടെ ടോപ്പിക്കിൽ പറയുന്നത് പോലെ തിരിച്ചു നടത്തിക്കുകയാണ്. ആ തിരിച്ചു നടത്തിക്കലിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഒരു ചെറിയ രൂപം എന്ന നിലയ്ക്കാണ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ളൊരു പ്രതിരോധ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. 4 ദിവസങ്ങളായി നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ആദ്യത്തെ ദിവസം ഇന്ന് ഡോക്ടർ PK പോക്കർ നമ്മോട് സംസാരിക്കും. അതേപോലെ 26-ാം തീയതി ഡോക്ടർ PJ ജെയിംസ് നാളെ പ്രഭാഷണ പരമ്പരയിൽ പങ്കാളിയാകും. 27-ാം തീയതി ഡോക്ടർ TT ശ്രീകുമാർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. 28-ാം തീയതി ഡോക്ടർ മാളവിക ബിന്നി ഈ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി വിഷയം അവതരിപ്പിക്കും. ഈ നിലയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ ഈ ഭാഗം ആരംഭിക്കുകയാണ്. പോക്കർ മാഷ്ക്ക്
സ്വാഗതം ആശംസിക്കുന്നതിനും ഈ പരിപാടിയെക്കുറിച്ച് ഹ്രസ്വമായിട്ട് വിശദീകരിക്കുന്നതിനുമായി കൾച്ചറൽ ഫോറത്തിന്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള മണികണ്ഠൻ മൂക്കുതലയെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. നന്ദി. നമസ്കാരം. കൾച്ചറൽ ഫോറം കേരള രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ഫാസിസത്തെ പ്രതിരോധിക്കുന്ന നിരന്തരമായ പദ്ധതികളും പരിപാടികളും നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിയന്തരമായി, ഏറ്റവും കടന്നുകയറ്റത്തിന്റെ ഏറ്റവും ബീഭത്സകമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ അത് ഊർജപ്പെടുത്തേണ്ട രാഷ്ട്രീയ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയവും സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ സഖാവ് വേണു സഖാവ് പറഞ്ഞ പോലെ 4 ദിവസമായി തുടർച്ചയായി 4 ദിവസമായി നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തിരിഞ്ഞു നടക്കുന്ന വിദ്യാഭ്യാസം എന്ന് തന്നെയാണ്. വിദ്യാഭ്യാസം തിരിഞ്ഞു നടക്കുന്നത് ആരും അറിയാതെയാണ്, അല്ലെങ്കിൽ സാംസ്കാരികമായും രാഷ്ട്രീയപരമായും എല്ലാവരും അറിഞ്ഞില്ല എന്ന് നടിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭീകരത. നേരത്തെ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളുടെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിയമങ്ങളുടെ അധീനതയിൽ വരാത്ത രീതിയിൽ ഫാസിസ്റ്റ് സംഘടനാ രൂപങ്ങൾ വിപുലീകരിക്കുകയും അവരുടെ പദ്ധതികൾ യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. നോക്കൂ, നമുക്ക് ജനാധിപത്യത്തെ പരിചയപ്പെടാനും ഭരണഘടനാ മൂല്യങ്ങളെ അറിയുവാനും ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ കാത്തു സൂക്ഷിക്കേണ്ട വിദ്യാഭ്യാസ മേഖല എന്നേ കൈവിട്ടു പോയിരിക്കുന്നു. എന്നേ കൈവിട്ടു പോയതാണ്. എന്നിരുന്നാലും പ്രത്യക്ഷത്തിൽ ഇത്രയ്ക്ക് വലിയ കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ഭരണ സിവിൽ മേഖലകളിൽ ഏകദേശം പൂർണ്ണമായി തന്നെ ഈ സംഘപരിവാർ RSS അജണ്ട നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമുക്ക് യാതൊരു അപരിചിതത്വവും തോന്നുന്നില്ല? ഉദാഹരണത്തിന് നോക്കൂ, ജ്ഞാനസഭ. ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ ഒരു വാക്കാണ് ജ്ഞാനസഭ. അപ്പോൾ ജ്ഞാനസഭ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മൂല്യങ്ങളെ, മിത്തുകളിലെ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ വളരെ ഭംഗിയായി ഭാഷാപരമായി നടത്തുന്നു എന്നുള്ളതാണ്. ഇതിനെ ചെറുക്കേണ്ടത്, ഇതിനെ പ്രതിരോധിക്കേണ്ടത്, ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ അതിൻ്റെ അടിസ്ഥാന അർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കുവാനും നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ പ്രതിരോധ പദ്ധതികളുമായി മുന്നോട്ട് പോകണം. അതിന്റെ ഭാഗമായി തന്നെ ഈ പരിപാടി ലൈവായി കാണുവാനും അല്ലെങ്കിൽ പോക്കർ മാഷുടെ ഈ വിഷയത്തിലുള്ള സംഭാഷണങ്ങളെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും കഴിയുക എന്നുള്ളത് തന്നെയാണ് കൾച്ചർ ഫോറം അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം. PK പോക്കർ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രതിരോധ പ്രക്രിയകളിലും സജീവമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തന്നാലാവുന്ന രീതിയിൽ എഴുതുകയും അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാന ജ്ഞാന പ്രശ്നങ്ങളെ കൃത്യമായി ഒരു അക്കാഡമിക്കൽ തലത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് കൃത്യമായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ഏറ്റവും അർഹനായിട്ടുള്ള ഡോക്ടർ PK പോക്കർ ഈ വിഷയത്തെ നമ്മോട് അഭിസംബോധന ചെയ്യുന്നത്. കൾച്ചർ ഫോറത്തിന്റെ പേരിൽ ഞാൻ ഡോക്ടർ PK പോക്കറെ സ്വാഗതം ചെയ്യുന്നു. മാഷെ തുടങ്ങിക്കോളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വേണുഗോപാലനും മണികണ്ഠനും സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ജീവിതം നമ്മൾ പോലും അറിയാതെ അനുദിനം കവർന്നെടുക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്.
വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായി കയ്യിൽ ഒതുക്കി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യൻ സമൂഹത്തെ കയ്യിൽ ഒതുക്കാൻ മറ്റൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചെയ്യേണ്ടി വരില്ല. തീർച്ചയായും ഇന്നത്തേതുപോലുള്ള മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ കടന്നുകയറ്റം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2014 തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം. പക്ഷേ 2014 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന കോർപ്പറേറ്റ് ഭീകരതയും അതോടൊപ്പം തന്നെ മനുവാദ കേന്ദ്രിതമായ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് എന്ന് നമ്മൾ ആദ്യമായി തിരിച്ചറിയണം. നമ്മൾ തിരിഞ്ഞുപോക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചുപോക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായും സ്വാഭാവികമായി ആളുകൾക്ക് സംശയം ഉണ്ടാവാം. നമ്മൾ എവിടെയെങ്കിലും എത്തിയോ അല്ലെങ്കിൽ എത്രമാത്രം എന്ന ചോദ്യം ഉയർന്നു വരാം. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ സമയത്താണ് ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിരുന്നു എന്ന് പലരും തിരിച്ചറിഞ്ഞത്. അതുപോലെ 2014 ശേഷമുള്ള കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യ വലിയൊരു പരിധിവരെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു എന്നാണ്. തീർച്ചയായും അത് നമുക്ക് ഇന്ന് സമ്പൂർണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ പരിമിതമായ സാധ്യതകൾ പോലും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ദ്രുതഗതിയിൽ കൈവിട്ടു പോകുന്നു എന്ന അവസ്ഥയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഉച്ചകോടി RSS നേതൃത്വം ഇടപെട്ട് നേതൃത്വപരമായ പങ്ക് വഹിച്ച് ഈ കേരളം പോലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കപ്പെടുകയും അതിൽ നിന്ന് ഏറ്റവും ഒടുവിലായി വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 3 വൈസ് ചാൻസലർ 3-4 വൈസ് ചാൻസലർമാർ അതിൽ പങ്കെടുക്കും എന്നുമാണ് അറിയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഭീകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നിസ്സാരമായി കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബാലവാടിയിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡോക്ടറൽ ഡിഗ്രി വരെ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി വരെയുള്ള ഏറ്റവും ഉയർന്ന ഡിഗ്രി വരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഏറിയോ കുറഞ്ഞോ കടന്നു പോകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കടന്നു പോകാത്ത മനുഷ്യർ താരതമ്യേന പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി കോളേജിൽ പോയി എന്ത് ഔപചാരികമായി പഠിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, രക്ഷിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളവും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടായി സമൂഹത്തിൻ്റെ വീക്ഷണമായി സ്വാഭാവികമായി പരിണമിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ ഒരു വലിയ പരിധിവരെ സെക്യുലറായ വിദ്യാഭ്യാസ വ്യവസ്ഥ എന്ന നിലയിൽ ഇവിടെ നിലനിന്നിരുന്നു. ഒരു വശത്ത് ആ സെക്യുലർ ഫാബ്രിക് സമൂഹത്തിൻ്റെ
മറ്റു തലങ്ങളിലൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം പോലെ ആരും വ്യക്തിപരമായി ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അനുഭവവേദ്യമാകാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പൊ 2020 വന്നിട്ടുള്ള വിദ്യാഭ്യാസ ബില്ലിന്റെ ഡ്രാഫ്റ്റും തുടർന്നുണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും UGC 2014 മുതൽ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഉത്തരവുകളും അടുത്ത കാലത്ത് MHRD ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകളിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന വിദ്യാഭ്യാസ ഉച്ചകോടി എന്നുള്ളത് അത്ര നിർദോഷകരമായതോ അത്ര അയത്നലളിതമായി തള്ളിക്കളയേണ്ടതോ അല്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയേണ്ടത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, വിദ്യാഭ്യാസ മേഖല സമ്പൂർണമായി സ്വകാര്യവൽക്കരിക്കപ്പെടുക എന്നത് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരെ എളുപ്പം പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതകളല്ല ഏതാണ്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളൊക്കെ തന്നെ ഒരു വശത്ത് കട്ട് ചെയ്യപ്പെടുകയാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ കട്ട് ചെയ്യപ്പെടുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ കട്ട് ചെയ്യപ്പെടുകയാണ്. UGC നൽകിക്കൊണ്ടിരുന്ന മറ്റു പല ആനുകൂല്യങ്ങളും അനുദിനം കുറച്ച് കൊണ്ടുവരികയാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന് ചുരുങ്ങിയത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിലെങ്കിലും എത്ര തന്നെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലാണെങ്കിലും പഠിക്കാനുള്ള ഒരു സാധ്യത ഒരു വലിയ പരിധിവരെ നിലനിന്നിരുന്നു. ഒരു വലിയ പരിധിവരെ എന്ന് പറയേണ്ടി വരുന്നത് പൂർണ്ണാർത്ഥത്തിൽ അത് നടപ്പിലായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ആ വലിയ പരിധിവരെ എന്നുള്ളത് പോലും നഷ്ടപ്പെടുകയും നമ്മൾ പഴയ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ, ഞാനും എന്നെ പോലുള്ള ആളുകളൊക്കെ കുട്ടികളായിരുന്ന ഒരു കാലത്ത് 8 രൂപ ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നിർത്തിയ സുഹൃത്തിനെ എനിക്കറിയാം. അങ്ങനെ ഫീസ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അന്ന് 8 രൂപയാണെങ്കിൽ ഇന്ന് 800 ആയിരിക്കും, അല്ലെങ്കിൽ 8000 ആയിരിക്കും. വിദ്യാഭ്യാസത്തിന്റെ സർവ മണ്ഡലങ്ങളിലേക്കും സ്വകാര്യവൽക്കരണം കടന്നു വരികയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക്, തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക് മിക്കവാറും 9ാം ക്ലാസ്സോടുകൂടി എക്സിറ്റ് എന്നതൊക്കെ ഒരു വലിയ ആനുകൂല്യം പോലെയാണ്. നമ്മൾ അനധികൃതമായ ഒരു രാജ്യത്ത് പെട്ടുപോയ ഒരു പൗരന്മാർക്ക്, ഇതര രാജ്യങ്ങളിലെ പൗരന്മാർക്കൊക്കെ ചില സന്ദർഭങ്ങളിൽ ഇളവ് കൊടുത്ത് എക്സിറ്റ് എന്ന് പറയാറുണ്ട്, എക്സിറ്റിനുള്ള സന്ദർഭം എന്ന് പ്രഖ്യാപിക്കാറുണ്ട്. അതുപോലെയാണ് ഈ വിദ്യാഭ്യാസ രേഖ പരിശോധിച്ചു കഴിഞ്ഞാൽ പല സന്ദർഭത്തിലും കുട്ടികൾക്ക് എക്സിറ്റ് ആവാം എന്ന് പറയുമ്പോൾ അത് വലിയൊരു സൗകര്യമാണ് എന്നാണ് നമ്മളിൽ പലരും, അത് ഞാൻ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ധരിച്ചു വെച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടി വരും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും ഇതിന്റെ ഗ്രാവിറ്റി അർഹിക്കും വിധത്തിൽ മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം സർവകലാശാല തലത്തിൽ 4 വർഷത്തെ ഡിഗ്രി പഠനം വരുന്നതോടുകൂടി സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരികയാണ്. കാരണം ഡിഗ്രി പഠിക്കാൻ വേണ്ടി സർവകലാശാലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് 4 വർഷം പഠിക്കുക എന്നത് അതിനേക്കാൾ വലിയ ഒരു യുദ്ധോത്സവമായ പ്രക്രിയയാണ്. പ്രത്യേകിച്ച് +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി അവനോ അവളോ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടി പ്രധാനമാണ് ഈ കാലത്ത്.
അതോടൊപ്പം രക്ഷിതാക്കളുടെ തീരുമാനവും വളരെ പ്രധാനമാണ്. അപ്പൊ നാട്ടിൽ മുഴുവൻ കോളേജുകൾ, പ്രത്യേകിച്ച് സ്വകാര്യ കോളേജുകൾ കണ്ടമാനം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നതിനെ ഇതെങ്ങനെ ബാധിക്കും എന്നത്, ഈ സർവകലാശാലകളിൽ തന്നെ പഠന ഗവേഷണത്തിന്റെ, നമ്മളുടെ ഗവേഷണത്തൊക്കെ ആളുകൾ പലപ്പോഴും പരിഹസിക്കാറുണ്ട്. അതിനൊക്കെ ഭാഗികമായ സത്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം, ഇതര രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും ഒക്കെ വിദ്യാഭ്യാസങ്ങളും വിദ്യാഭ്യാസ പ്രക്രിയയൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കാലത്ത് പഠിച്ച ആളുകളിൽ തന്നെ പല വൈജ്ഞാനിക ശാഖകളിൽ പഠിച്ച ആളുകൾ ഇന്ത്യയിലും ലോകത്തും തന്നെ പല മണ്ഡലത്തിലും ജോലി ചെയ്യുന്ന, വളരെ നന്നായി ജോലി ചെയ്യുന്ന, വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രരംഗത്തായാലും ഗണിതശാസ്ത്ര രംഗത്തായാലും അതുപോലെ മറ്റ് മണ്ഡലങ്ങളിലായാലും ഒക്കെ ജോലി ചെയ്യുന്ന ഒട്ടനവധി പേരെ വ്യക്തിപരമായി തന്നെ എനിക്കറിയാം. അപ്പൊ അതുകൂടി ഞാൻ ആനുഷികമായി പറയുന്നത്, ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ ഒന്നിനും കൊള്ളാത്താണ് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അടുത്ത കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാനായിട്ടുള്ള രാജൻ ഗുരുക്കലിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. വളരെ സങ്കടകരമായ ഒരു ഇതാണത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായ ചില യുക്തികളുടെയോ അല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള സമീപനങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ അതൊക്കെ സാമാന്യവൽക്കരിച്ച് കാണുന്നത് പൊതുവിൽ കാണാനിടയായി. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അതുകൂടി യാദൃശ്ചികമായാണെങ്കിലും ഇവിടെ പരാമർശിക്കാം എന്ന് കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പലരും പറയുന്നത് പോലെ ഒരു പൊട്ടയായ വിദ്യാഭ്യാസം ഒന്നല്ല കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതുവരെയും നിലനിന്നിട്ടുള്ളത്. അതിനൊരുപാട് അപാകതകളും പോരായ്മകളും ഉണ്ട്. അത് വാസ്തവത്തിൽ നമ്മുടെ ഡീപ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള, നമ്മുടെ ആശയാധികാര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ ഹെജിമണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല. തീർച്ചയായും അതിൻ്റെതായ പരിമിതി സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പരിമിതി ഉള്ളപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു മുന്നേറ്റം നടത്തിയ ഒരു രാജ്യം വളരെ പെട്ടെന്ന് തന്നെ പിന്നോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സർവ്വമണ്ഡലങ്ങളിലും പിന്നോട്ട് പോവുക. ഇപ്പം ഈ വൈജ്ഞാനിക മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന ശാസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അടിസ്ഥാന ചരിത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഗണിതശാസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ മനുഷ്യർ പോകുന്നത് ഈ ബേസിക് സയൻസുകളുടെ, ശാസ്ത്രങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ഈ ശാസ്ത്രശാഖകളൊക്കെ പെട്ടെന്ന് തൊഴിൽ കിട്ടുമോ, അല്ലെങ്കിൽ എത്രമാത്രം തൊഴിൽ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ എത്ര ലാഭം ഉൽപ്പാദിപ്പിക്കും എന്ന് നോക്കിയല്ല ലോകത്ത് ഒരു സ്ഥലത്തും നിലനിൽക്കുന്നത്, ഇപ്പോഴും നിലനിർത്തുന്നത്. കാരണം നമ്മൾ ജന്തുശാസ്ത്രം പഠിക്കാതെ, അല്ലെങ്കിൽ സസ്യശാസ്ത്രം പഠിക്കാതെ, അല്ലെങ്കിൽ ഗണിതശാസ്ത്രം പഠിക്കാതെയും നിലനിർത്താതെയും നമുക്ക് മറ്റ് ഇതര സ്പെഷ്യലൈസ്ഡ് നോളജ് സിസ്റ്റത്തിലേക്ക് യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു സമൂഹത്തിന് കടക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ലാഭകേന്ദ്രിതമായ വിദ്യാഭ്യാസം എന്ന ഒരു യുക്തി ഒരു വശത്ത് നടപ്പിലാക്കുകയും മറുവശത്ത് സമ്പൂർണമായ റിവൈവലിസത്തിന്റെ, തിരിച്ചുപോക്കിന്റെ, പുനരുത്ഥാനത്തിന്റെ വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് വിദ്യാഭ്യാസത്തിൽ ഇടപെടാനുള്ള അവസരങ്ങൾ അനുദിനം കുറഞ്ഞു വരികയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് നമ്മൾ ഫണ്ട് കിട്ടാൻ വേണ്ടി, ഫണ്ട് കിട്ടാതെ, ഇതാണ് നേരത്തെ ലിയോട്ടാർഡൊക്കെ 1980-കളിൽ തന്നെ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം ഇതാണ്. പുതിയ സാമ്പത്തിക ക്രമം വളർന്ന് വികസിച്ച് സാങ്കേതിക മുതലാളിത്തമാവുന്ന ഒരു കാലഘട്ടത്തിൽ ജെന്യൂനായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള അന്വേഷണങ്ങളോ അപഗ്രഥനങ്ങളോ ഗവേഷണങ്ങളോ വിദ്യാഭ്യാസമോ നടക്കാത്ത രീതിയിൽ എങ്ങനെ ഇതിനെയൊക്കെ കോർപ്പറേറ്റുകൾ വിഴുങ്ങും എന്ന ഒരു യാഥാർത്ഥ്യം നേരത്തെ പറഞ്ഞാണ്. പക്ഷെ ഈ കോർപ്പറേറ്റ് വിഴുങ്ങും എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഈ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്ര ഘടനക്കകത്ത് ആ വിഴുങ്ങലിൽ പോലും മത്സരാധിഷ്ഠിതമായ മുതലാളിത്തം പോലും നിലനിൽക്കുന്നില്ല. കാരണം ഇവിടെ നെപ്പോട്ടിസ്റ്റിക് ആയിട്ടുള്ള, പൊള്ളോക്കൊക്കെ പറയുന്ന
നെപ്പോട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസം ആണ് വളരുന്നത്. വളരെ സങ്കുചിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കോർപ്പറേറ്റിസമാണ്. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ മലയാള ഭാഷക്കോ അല്ലെങ്കിൽ തമിഴ് ഭാഷക്കോ ഇതര ഭാഷകൾക്കോ നൽകുന്ന തുകയുടെ 1000 ഇരട്ടിയൊക്കെയാണ് സംസ്കൃതം എന്ന് പറയുന്ന ജനങ്ങളുമായി അവരുടെ ജീവിതവുമായി യാതൊരു ബന്ധവും ഇന്ന് പുലർത്താത്ത ഒരു ഭാഷക്ക് ബഡ്ജറ്റിൽ തുക നീക്കിവെക്കുന്നതും ചെലവാക്കുന്നതും. ഇപ്പം 2017-18 198.31 കോടി രൂപയാണ് സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ ചെലവാക്കിയത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈനംദിനം സ്കൂളുകളിലോ കോളേജുകളിലോ ഉള്ള ആ അർത്ഥത്തിലല്ല, മറിച്ച് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അല്ലായിട്ട് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഇത്തരത്തിലുള്ള ഉച്ചകോടികൾക്കുൾപ്പെടെ ഈ തുക ഉണ്ടായേക്കാം. എനിക്ക് തോന്നുന്നത് പിന്നെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പല എല്ലാ സർവകലാശാലകളിലും അവരുദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് നടത്താൻ കഴിയുന്നില്ലെങ്കിലും പല സർവകലാശാലകളും തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാലകൾ പ്രത്യേകിച്ച് അവർക്ക് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാം സർവകലാശാലകൾ ദീനദയാൽ ഉപാധ്യായയുടെ സംബന്ധിക്കുന്ന സെമിനാറുകൾ വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത്. അതുപോലെ തന്നെ മഹാഭാരത സെമിനാറുകൾ, ഈ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ അതിവേഗം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2018-19 സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടി നീക്കിവെച്ച 214.38 കോടി രൂപ. 2019-20 ഇതിനു വേണ്ടി നീക്കിവെച്ചത് ചെലവഴിച്ച കൃത്യമായി രേഖപ്പെട്ട തെളിവുകളുള്ളത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. 2019-20 213.15 കോടി രൂപ സംസ്കൃത ഭാഷക്ക്, 10 കോടി പോലും തമിഴ് പോലുള്ള സംസ്കൃതത്തെക്കാൾ അന്നും ഇന്നും വളരെ ജൈവികതയോടുകൂടി നിലനിൽക്കുന്ന ഭാഷക്ക് നൽകുമ്പോഴാണ്, ഭാഷാ വികസനത്തിന് വേണ്ടി നൽകുമ്പോഴാണ് സംസ്കൃതത്തിന് വേണ്ടി ഇത്രയും തുക നീക്കിവെക്കുന്നത്. വാസ്തവത്തിൽ സംസ്കൃത ഭാഷയുടെ പരിപോഷണമാണോ ഇതിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ജ്യോതിഷം പോലുള്ള അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഈ തുകകൾ വിനിയോഗിക്കുന്നത് എന്നത് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അറിയാലോ, ആസ്ട്രോണമി എന്നത് സയൻസ് ആണ്, ശാസ്ത്രമാണ്. അതേസമയം ആസ്ട്രോളജി എന്നുള്ളത് വാസ്തവത്തിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. ആസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഇന്ന് നടക്കുന്ന ഒട്ടനവധി അനാചാരങ്ങൾ എന്ന് കൂടി ഈ അവസരത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ ദിവസവും നാളും സമയവും ജാതകവും ഒക്കെ നോക്കി ഈ വിവാഹം കഴിക്കപ്പെടുന്ന സ്ത്രീകളിൽ എത്ര പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആത്മഹത്യ ചെയ്തു. അവരുടെ രക്ഷിതാക്കൾ തന്നെ പറയുന്നുണ്ട്, ജാതകമൊക്കെ ഒത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് നടത്തിയെന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ താമ്പൂല പ്രശ്നമൊക്കെ വെച്ചുകൊണ്ട് തീരുമാനങ്ങളും ഈ രൂപത്തിൽ സമൂഹത്തിലേക്ക് പ്രക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ തന്നെ പഴയ മനുവാദ ഘടനയിലേക്ക് സങ്കോചിപ്പിക്കുന്ന ഒരു ശ്രമമാണ്. ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഏതാണ്ട് സഫലീകൃതമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോയോ എന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ട്. കാരണം ഒരു തരത്തിലുള്ള പ്രതിരോധം ഇല്ലാതെ ഇതിന് വിധേയമാകുന്ന ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള, നേരത്തെ തന്നെ വലിയ സാക്ഷരത നേടിയിട്ടുള്ള, വലിയ പുരോഗമന ചിന്തകൾക്ക് വലിയ രീതിയിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിൽ പോലും ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിപ്പം സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ചെറുക്കാൻ പറ്റും അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാൻ പറ്റും എന്നതിന് സംബന്ധിച്ച് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും വലിയ ഉത്കണ്ഠ ഉണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഘടനയൊക്കെ തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈസ് ചാൻസലർ വന്നു കഴിഞ്ഞാൽ ആ വൈസ് ചാൻസലർ നിർണയിക്കുന്ന ആളായിരിക്കും സ്വാഭാവികമായിട്ടും ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാൻ ആവുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് അദ്ദേഹവും വൈസ് ചാൻസലറും ഒക്കെ കൂടി തീരുമാനിക്കുന്ന ആളുകളായി തീരും. അപ്പൊ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് ആയിരിക്കും എന്ത് പഠിപ്പിക്കണമെന്ന് വേടനെ സിലബസിൽ ഉൾപ്പെടുത്തണോ എന്നുള്ളത്, ചരിത്രത്തിന്റെ ഭാഗമായി മലബാർ കലാപം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളത്, അതുപോലെ കയ്യൂരും കരിവള്ളൂരും നിലനിൽക്കണമോ എന്നുള്ളത്. പുന്നപ്ര വയലാർ ഇപ്പം തന്നെ അതിൽ നിന്ന് ഏതാണ്ട് ഒഴിവാക്കി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന പുന്നപ്ര വയലാർ സമരത്തെ പോലും ഒഴിവാക്കിക്കൊണ്ട് ചരിത്രത്തിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്ര വിദ്യാഭ്യാസം എന്നുള്ളതിൽ നിന്ന് ഒരു വശത്ത് ഇതുപോലെ സെക്യുലറായ ചരിത്രത്തിന്റെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പരിമിതമായ രീതിയിലെങ്കിലും ഉൾക്കൊണ്ട ഭാഗങ്ങളൊക്കെ തന്നെ ഒഴിവാക്കപ്പെടുകയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ട് തീരുമാനം ഡൽഹി യൂണിവേഴ്സിറ്റി എടുക്കുന്നത് യാദൃശ്യമായ ഒരു തീരുമാനമല്ല. എല്ലാ യൂണിവേഴ്സിറ്റികളും ചില യൂണിവേഴ്സിറ്റികളുടെ മാത്രം ചിലരൊക്കെ വാർത്തയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സിലബസുകളിൽ നിന്ന് ഒരാളല്ല ഒഴിവാക്കപ്പെടുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെ ഒരാൾ ഒഴിവാക്കപ്പെടുകയാണ് എന്ന് പലരും ധരിച്ചേക്കാം. മറിച്ച് അവിടെ ഒഴിവാക്കപ്പെടുന്നത് ഒരു ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ സന്ദർഭത്തിൽ അതിൽ ഭാഗവാക്കായ മഹാഭൂരിപക്ഷം മനുഷ്യരെയും ഒഴിവാക്കിക്കൊണ്ട് ബ്രാഹ്മണിക കേന്ദ്രിതമായ ഒരു സാമൂഹിക വീക്ഷണം കുട്ടികൾക്ക് വിതരണം ചെയ്യുക, അധ്യാപകർക്ക് വിതരണം ചെയ്യുക, പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് ആ രീതിയിൽ സങ്കോചിപ്പിക്കുക എന്ന വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ പ്രക്രിയ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സംസ്കൃതം പഠിക്കുന്നതിന് ഇത്രയും പൈസ കൊടുത്താൽ എന്താ നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നാം. അന്റോണിയോ ഗ്രാംഷി നേരത്തെ നിരീക്ഷിച്ച ഒരു കാര്യം പാശ്ചാത്യ രാജ്യങ്ങളെ അവലംബിച്ച് നിരീക്ഷിച്ചിട്ടുള്ള ലാറ്റിൻ എന്നുള്ളതിന്റെ വലിയ രീതിയിലുള്ള ഒരു സാന്നിധ്യവും അതിന്റെ അപ്രമാദിത്വവും ഒക്കെ തകർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ലാറ്റിൻ ആ രീതിയിൽ നിലനിൽക്കുന്നില്ല ഇന്ന്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ലാറ്റിൻ വളരെ ഈ ചില സ്ഥാപനങ്ങളിൽ, മതസ്ഥാപനങ്ങളിലെ ചടങ്ങുകൾക്കൊഴികെ മറ്റ് രീതിയിൽ അതിന് ആധിപത്യ സ്വഭാവം ഇല്ല. ഗ്രാംഷിയൊക്കെ ഉദ്ദേശിച്ച പോലെയും പ്രതീക്ഷിച്ച പോലെയും തന്നെ അത് ആ രീതിയിൽ സമ്പൂർണമായി മൃതഭാഷ എന്ന രീതിയിലേക്ക് മാറിക്കഴിയും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മൃതഭാഷയുമായി നിലനിൽക്കുന്ന സംസ്കൃത ഭാഷയെ എങ്ങനെയാണ് വാസ്തവത്തിൽ ആ രീതിയിൽ പരിവർത്തിപ്പിക്കാൻ കഴിയുക? ഇന്ത്യയിലെ ചില തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ ബ്രാഹ്മണരെ മാത്രം താമസിപ്പിച്ചുകൊണ്ട് ഷിമോഗ പോലുള്ള കർണാടകയിലുള്ള ചില പ്രദേശങ്ങളിൽ ആ രീതിയിലുള്ള വളരെ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. പക്ഷെ അവിടെ പോലും അവിടെ സാധാരണക്കാർ പാല് കൊണ്ടുപോകുന്ന ആളുകളായാലും, അല്ലെങ്കിൽ പശുവിനെ കറക്കുന്ന ആളുകളായാലും, അല്ലെങ്കിൽ ബാർബർമാരായാലും അവരൊക്കെ പറയുന്നത് കന്നഡ തന്നെയാണ്. അപ്പം വളരെ നമ്മൾ ആലോചിച്ച് നോക്കണം. VT ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള രചനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കുത്ര ആസനം ദദർശ എന്ന് പറയാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് തല്ല് കിട്ടിയ ഒരു കാലത്തെക്കുറിച്ച്, പല വീടേയും എടുക്കമ്മേ അല്ലെങ്കിൽ പല എടുക്കമ്മേ എന്ന് പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക്. അതായത് ബ്രാഹ്മണരായി ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് പോലും യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ ഭാഗമായി വളരാൻ കഴിയാത്ത രീതിയിൽ സാമൂഹിക ഘടനയെ സങ്കോചിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് RSS പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ആ രീതിയിൽ ഒരു ലോകം വിഭാവനം ചെയ്യാൻ പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമേ ആ രീതിയിലൊരു ലോകവീക്ഷണവും ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതിബദ്ധമായിട്ടുള്ള ജാതി കേന്ദ്രിതമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ഉള്ള പരിശ്രമത്തിൽ ഇടപെടാൻ കഴിയുള്ളൂ. അത് ജനങ്ങൾ വാസ്തവത്തിൽ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ ജനങ്ങളെ ഈ രീതിയിലേക്ക്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആളുകളൊക്കെ വിചാരിക്കുന്നത് ഡിഗ്രിക്ക് ചേർന്നു 2 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഡിഗ്രി കിട്ടും, ചിലർക്ക് വേണമെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ കിട്ടും, 4 കൊല്ലം കഴിയുമ്പോൾ അതിനേക്കാൾ എന്നൊക്കെയായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത അൺഎക്കണോമിക് സ്ഥാപനങ്ങളായി വളരെ എളുപ്പത്തിൽ ഈ സർവകലാശാലകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നതും, അൺഎക്കണോമിക് എന്ന ഒരു വാക്ക് നവ ഉദാരവൽക്കരണത്തിന്റെ കാലത്ത് ഏത് സ്ഥാപനവും അടച്ചുപൂട്ടാനുള്ള യുക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതും സാധാരണ മനുഷ്യർക്ക് അറിയില്ലെങ്കിലും സാമൂഹ്യ പ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും
തീർച്ചയായും തിരിച്ചറിയേണ്ടതാണ്, അനിവാര്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഇന്ന് നടക്കുന്ന മാറ്റം എന്നുള്ളത് നമ്മൾ സമൂലമായി നമ്മുടെ സാമൂഹിക ഘടനയെ മാറ്റുന്നതിൻ്റെ നേരത്തെ തുടക്കം കുറിച്ചുള്ള പ്രക്രിയയുടെ പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു ചെറിയ ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കണം. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ഘടനയായിട്ട് UGC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പിരിച്ചു വിടുകയാണ്. UGC സ്ഥാപനം നിലനിന്നതുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അതൊക്കെ പിരിച്ചുവിട്ട് കേന്ദ്രീകരണമാണല്ലോ, പൂർണ്ണമായ സമ്പൂർണമായ കേന്ദ്രീകരണമാണ്. അതുകൊണ്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷനിലേക്ക് UGCയെയും AICTയെയും അതുപോലുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ICSRനെയും ഒക്കെ കൂടി അവസാനിപ്പിച്ച് ഒരൊറ്റ കമ്മീഷനിലേക്ക് ഇതിനെയൊക്കെ തന്നെ കൺവെർജ് ചെയ്യാനുള്ള ബില്ല് തയ്യാറായി വരികയാണ്. ആ ബില്ലിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ അത് പ്രസിഡന്റിന്റെ ഉത്തരവായി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റ് പോലും രാജിവെച്ചു എന്നുള്ളത് നമുക്ക് ഇന്നൊരു വാർത്തയല്ല. അടുത്ത വൈസ് പ്രസിഡന്റിന്റെ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചർച്ച. അല്ലാതെ എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തെ വൈസ് പ്രസിഡന്റ് രാജിവെച്ച് അങ്ങനെ ഒരു കീഴ്വഴക്കുണ്ടോ, അങ്ങനെ ഒരു സംഭവം മുമ്പുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഈ രാജ്യത്ത്? ഈ കണക്കിന് എന്തെല്ലാം ഇനിയും സംഭവിക്കാം എന്ന ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള സ്ഥാപനങ്ങൾ, മാധ്യമങ്ങളായാലും മറ്റ് ഇതര സ്ഥാപനങ്ങളായാലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യവും കൂടി ഇതുമായി കൂട്ടി ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, 2014 ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള പാതി വഴിയിൽ നിന്ന് ആണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കാരണം പാതി വഴിയിൽ നമ്മൾ എത്തിയിരുന്നു. കാരണം ഒരു വലിയ പരിധിവരെ ഇൻക്ലൂസീവായ ഒരു വിദ്യാഭ്യാസം, ഒരു വലിയ പരിധിവരെ ശാസ്ത്രീയമായ ഒരു വിദ്യാഭ്യാസം, ഒരു വലിയ പരിധിവരെ സെക്കുലറായ ഒരു വിദ്യാഭ്യാസം, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നേറി പാതി വഴിയിലെത്തിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ ഈ 2014 ശേഷം ഇന്ത്യയിൽ ഒരു പ്രശസ്തമായ വിദ്യാഭ്യാസ സംവിധാനവും നിലവിൽ വന്നിട്ടില്ല. നിലവിൽ വരുന്നത് എന്താണ്? വിവാദങ്ങളാണ്. എന്തുകൊണ്ടാണ് വിവാദമാകുന്നത്? സാധാരണ മനുഷ്യർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പശുശാസ്ത്രത്തെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും അതുപോലുള്ള വിമാനത്തിന്റെ കഥ. ഒരു വശത്ത് നമുക്ക് മുമ്പ് വിമാനം ഉണ്ടായിരുന്നു, വിമാനശാസ്ത്രം ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ പഠിക്കുക. എന്നാൽ വിമാനം വാങ്ങുന്നത് ഫ്രാൻസിൽ പോയി റാഫേൽ എന്ന് പറയുന്ന വിമാനം, ഞാൻ നേരത്തെ പറഞ്ഞ നെപ്പോട്ടിസ്റ്റിക് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായി അംബാനിയോ അദാനിയോ അതുപോലെ ഭരണകൂടവുമായി വളരെ ചങ്ങാത്തത്തിലുള്ള കോർപ്പറേറ്റുകൾ വാങ്ങുകയും അത് എത്രമാത്രം ഉപയോഗ്യമാണ്, ഉപയോഗശൂന്യമാണ് എന്നതൊക്കെ വാസ്തവത്തിൽ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്നത്തേതുപോലെ ട്രാൻസ്പെയറന്റ് എന്ന് നമ്മൾ കരുതുന്ന ഒരു ലോകത്ത്, വളരെ സുതാര്യമെന്ന് നമ്മൾ കരുതുന്ന ഒരു ലോകത്ത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ എങ്ങനെ ഇത്ര വേഗം പരിവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ആലോചിച്ച് ഈ വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തത്വചിന്ത എന്നുള്ളത്, ഇപ്പൊ ഉദാഹരണത്തിന് തത്വചിന്ത എന്നുള്ളത് വലിയ പ്രയോജനം എന്നുള്ള ഒരു കാര്യമല്ല. പക്ഷെ തത്വചിന്തക്ക് ഒരു പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക അർത്ഥത്തിലുള്ള ഒരു വാല്യൂ ഇല്ലെങ്കിലും തത്വചിന്ത എന്നുള്ളത് ലോകത്തിലെ എക്കാലത്തെയും കാഴ്ചപ്പാട് നിർണയിച്ചിട്ടുള്ള വളരെ പ്രബലമായ ഒരു വൈജ്ഞാനിക ശാഖയാണ്. പക്ഷെ തത്വചിന്തയെ ഇന്ന് ഇന്ത്യയിൽ ചെയ്യുന്നത് മതചിന്തയാക്കി, തിയോളജിയാക്കി കൺവെർട്ട് ചെയ്യാണ്. വാസ്തവത്തിൽ തിയോളജി എന്നുള്ളതും തത്വചിന്ത എന്നുള്ളതും രണ്ടാണ് എന്നുള്ളത് ഡോക്ടർ അംബേദ്കർ തന്നെ വളരെ കൃത്യമായി, നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ നവോത്ഥാന ചിന്തക്ക് അല്ലെങ്കിൽ പ്രബുദ്ധത പാരമ്പര്യത്തിന് തുടക്കമിട്ടത് ജ്യോതിബ ഫൂലെ ആണെങ്കിലും സൈദ്ധാന്തികമായ അടിത്തറ സമ്പന്നമാക്കിയത് ഡോക്ടർ അംബേദ്കർ ആണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വൈജ്ഞാനിക രംഗത്ത് പ്രബുദ്ധതാ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട അംബേദ്കർ തന്നെ വളരെ കൃത്യമായി പറയുന്നത് പോലെ ഈ മതകേന്ദ്രിതമായ, ബ്രാഹ്മണിക മതകേന്ദ്രിതമായ ചിന്തകളല്ല യഥാർത്ഥത്തിൽ തത്വചിന്ത എന്ന തിരിച്ചറിവ് ഭാഗികമായെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് തത്വചിന്താപരമായ അന്വേഷണങ്ങളൊക്കെ തന്നെ വൈദേശികമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും
മറിച്ച് ഇവിടുത്തെ ബ്രാഹ്മണികമായ പാരമ്പര്യത്തെ, മതാത്മകമായ പാരമ്പര്യത്തെ, തിയോളജിയെ തത്വചിന്തക്ക് പകരം പ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളത് മനഃശാസ്ത്ര ചിന്തക്ക് പകരം അവിടെ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകളെ തന്നെ, മന്ത്രവാദം ഉൾപ്പെടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിലേക്കൊക്കെ കാര്യങ്ങൾ വേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നാം ഏതോ ഒരാൾ ഇവിടുന്ന് എന്തോ വിളിച്ചു പറയുന്നതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇന്ന് സിലബസിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, പാഠ്യപദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഭാഗമായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം രീതിയിൽ ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അവിടെ നടന്ന ഒരു ഫംഗ്ഷനിൽ വൈസ് ചാൻസലർ പ്രസംഗിക്കുന്നത് സവർക്കറെയും ഉദ്ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ വാജ്പേയി ഉദ്ധരിച്ചുകൊണ്ടുമാണ്. അപ്പൊ സ്വാഭാവികമായി അത് കേട്ടു നിൽക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ഇവരാണ് ഇന്ത്യക്ക് മാതൃകയാകേണ്ട ചിന്തകർ എന്നാണല്ലോ കരുതുക. അപ്പൊ നമ്മളൊരു വൈസ് ചാൻസലർ എന്നൊന്നും പറയുന്നത് നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം ഒരു വൈസ് ചാൻസലർ നിയമനം എന്നുള്ളത് സർവകലാശാലയിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിൽ വളരെ നല്ല ഏറ്റവും പ്രബലമായിട്ടുള്ള അധികാരിയാണ്. അപ്പൊ ആ അധികാര സ്ഥാപനം മാറുന്നതോടുകൂടി സ്വാഭാവികമായി സർവകലാശാലകളിലെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കും. സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം തീർച്ചയായും NCERT ഉൾപ്പെടെയുള്ള പാഠ്യ പുസ്തകങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ നിന്ന്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന്, അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയ ഒരു വശത്ത്, റോഡിന്റെ പേര് മാറ്റുന്നോ പാലത്തിന്റെ പേര് മാറ്റുന്നോ പോലെ തന്നെ പാഠ്യപദ്ധതികളിൽ നിന്നും ഒരുപാട് പേരുകൾ ഒഴിവാക്കുക എന്നുള്ള ഒരു പ്രക്രിയ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് കൂട്ടിച്ചേർക്കൽ, ഈ പശുശാസ്ത്രം പോലെ, ജ്യോതിഷം പോലെ, അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാദേശിക ചരിത്രമായാലും ശരി, ദേശീയ തലത്തിലുള്ള ചരിത്രമായാലും ശരി, ഇതിലൊക്കെ ഈ കൂട്ടിച്ചേർക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ബോട്ടണിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ് സ്ട്രക്ചറിന്റെ ഭാഗമായി നമ്മൾ കാണുന്ന ISROയിലൊക്കെ ശാസ്ത്രജ്ഞന്മാര് ഈ വളരെ കൃത്യമായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഉപയോഗിച്ച് സജ്ജമാക്കിയിട്ടുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ പോലും തേങ്ങ ഉടക്കുകയും ഒരുപാട് വൈദിക കാലത്ത് നടത്തിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നത്. അങ്ങനെ നടത്തുന്ന ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ഇൻക്ലൂസീവ് ആവുന്ന അതിലുള്ള പരിമിതിയാണ് അത് കാണിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണാർത്ഥത്തിൽ എക്സ്ക്ലൂഷൻ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ ആയിത്തീരും. ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയോ അന്വേഷണമോ സാധ്യമല്ലാത്ത രീതിയിൽ ശാസ്ത്രീയമായി രോഗത്തെ സമീപിക്കാനോ ചികിത്സയെ സമീപിക്കാനോ സമൂഹത്തെ സമീപിക്കാനോ സാധിക്കാത്ത രീതിയിൽ, സാമൂഹിക ബന്ധങ്ങളെ ആ രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ സ്ത്രീയെ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പം അത് മാറും. കാരണം നമ്മൾ ആശ്രയിക്കുന്നത് ട്രഡീഷണൽ ഇന്റലക്ച്വൽസിനെ ആയിരിക്കും. ഗാന്ധിജിയൊക്കെ പറയുന്നത് സാമ്പ്രദായിക ബുദ്ധിജീവികളെ ആയിരിക്കും സമൂഹം ആശ്രയിക്കുന്നത്. അവർക്കൊക്കെ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമാന്തരമായി ഇവർ ഉണ്ടാക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിന്മയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ്, കഴിഞ്ഞ ദിവസം ആ സിലബസ് വെച്ചിട്ട് നടത്തിയിട്ടുള്ള ഡോക്ടർ ശ്യാംകുമാറിന്റെ ഒരു ടോക്ക് കേൾക്കാൻ ഞാൻ ഇടയായി. എന്തെല്ലാം ഈ ജാതിബദ്ധമായ വ്യവസ്ഥയെ കുറിച്ച് അത് വളരെ ശാസ്ത്രീയമാണ് എന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അതിൽ ഉൾക്കൊള്ളിരിക്കുകയാണ്. ഇപ്പൊ ചിന്മയ മിഷന്റെ ഒരു സ്കൂളല്ലേ, അവിടെ എന്തോ നടന്നോട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇന്ത്യയിൽ മുഴുവൻ നിലനിൽക്കുന്നതും നിലനിൽക്കാൻ പോകുന്നതുമായ പൊതുബോധമായി മാറാൻ പോകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം ജാതിബദ്ധമായ ഒരു സാമൂഹിക ക്രമത്തെ ന്യായീകരിക്കുന്ന സംസ്കൃതജന്യമായ പാരമ്പര്യം മാത്രമാണ് ഉദാത്തമായ പാരമ്പര്യം. നമ്മൾ മുമ്പ് തന്നെ ലീലാതിലകത്തിലൊക്കെ നമ്മൾ പഠിച്ചു വരുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഉത്കൃഷ്ട ഭാഷ സംസ്കൃതവും മറ്റെല്ലാ ഭാഷകളും അപകൃഷ്ട ഭാഷയെന്നാണ്.
ഇപ്പോ ദളിതുകൾ ആയിട്ടുള്ള ബുദ്ധിജീവികൾ ഉയർന്നു വരികയും അവർ ഞങ്ങൾ പഠിച്ചതും പഠിപ്പിക്കുന്നതും ഇതാണല്ലോ എന്ന് സ്വയം സമൂഹത്തോട് വിളിച്ചു പറയുകയും ഡോക്ടർ എ കെ വാസുവിനെ പോലുള്ള ആളുകളൊക്കെ വിളിച്ചു പറയും മാത്രമാണ് നമ്മൾ നേരത്തെ പഠിച്ച വ്യാകരണ പുസ്തകങ്ങളിലൊക്കെ വാസ്തവത്തിൽ ഇതാണല്ലോ പഠിച്ചത് എന്ന് നമ്മൾ പൊതുസമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള വലിയ ഒരു വിഭാഗം ഇപ്പം ആലോചിച്ചിട്ട് പോലും അത് പറയാൻ നമ്മൾ സന്നദ്ധമാകുന്നുണ്ട്. എത്ര പേർ സന്നദ്ധമാകുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ള വ്യാകരണ വ്യവസ്ഥയായാലും നാട്യശാസ്ത്രമായാലും നമ്മൾ വളരെ വലിയ മാതൃക ആയി കൊണ്ടാടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കൃതികൾ, കാനോനിക്കൽ എന്ന് പറയുന്ന സാധാരണ പറയുന്ന ടെസ്റ്റുകളായാലും ഈ ടെസ്റ്റുകളിലൊക്കെ തന്നെ വാസ്തവത്തിൽ നിഗൂഹനം ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ പാഠങ്ങൾ ഒരു വശത്ത് അറിയാതെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് മുഴുവൻ ആളുകളെയും പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ മുഴുവൻ ആളുകളും ആ രീതിയിൽ ഉൾക്കൊള്ളുകയോ ചെയ്യുന്ന ഒരു വ്യവസ്ഥയിലേക്ക് പഴയ കാലത്തേക്ക് നമ്മളിപ്പം നമ്മളെ കേരളത്തിൽ തന്നെ സരസ്വതി വിജയം ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കാലമുണ്ടല്ലോ. കൊത്തേരി കുഞ്ഞമ്മു കൃത്യമായി വരച്ച് കാണിക്കുന്ന സാമൂഹിക ഘടന ഉണ്ട്. അതിൽ ഒരു നോവലാണെങ്കിലും നോവലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമഗ്രമായി നമ്മുടെ സാമൂഹിക ഘടന ഈ ആദ്യ കോളനീകരണത്തിന്റെ ഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ പോലും നിലനിന്നിരുന്ന ഒരു ഘടന, ആ ട്രാൻസ്ഫോർമേഷന്റെ ഘടന കൃത്യമായി അതിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു വലിയ പരിധിവരെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെജിമോണിക്കായ വാല്യൂ സിസ്റ്റം നമ്മളെ നിയന്ത്രിച്ചതിനാൽ നമ്മൾ ആ നോവലൊന്നും പഠിക്കുകയോ ചെയ്തില്ല. നമ്മൾ പഠിച്ചത് മുഴുവൻ ഈ പറയുന്ന വരേണ്യവർഗം തയ്യാറാക്കിയ വ്യാകരണമായി പോയി എന്നത്. എന്നാൽ പോലും അതിനിടയിൽ പോലും ജനാധിപത്യ സംവിധാനം നിലനിന്നതുകൊണ്ട്, മതനിരപേക്ഷ സാമൂഹ്യ ഘടന നിലനിന്നതുകൊണ്ട് ഒരു പരിധിവരെ അതിന് പുറത്തുള്ള അറിവ് സമ്പാദിക്കാനും ആളുകൾക്ക് ആർജിക്കാനും അത് സമൂഹത്തിൽ വിന്യസിക്കാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, അതെല്ലാം തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ കരുതുന്നത് പിന്നെ വിദ്യാഭ്യാസ വ്യവസ്ഥ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം കേരളമെമ്പാടും ഇന്ത്യ എമ്പാടും മുഴങ്ങേണ്ട വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ബുദ്ധിജീവികളെന്നോ രാഷ്ട്രീയ പ്രവർത്തകരെന്നോ സാമൂഹ്യ പ്രവർത്തകരെന്നോ സാംസ്കാരിക പ്രവർത്തകരെന്നോ ഉള്ള വ്യത്യാസം ഉണ്ടാവരുത്. നമ്മുടെ അധ്യാപക പ്രസ്ഥാനങ്ങളായാലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായാലും എല്ലാ മനുഷ്യരെയും അണിചേർത്ത് കൊണ്ടുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയ പ്രാദേശികമായി എല്ലാ തലങ്ങളിലും നടന്നിരുന്നില്ലെങ്കിൽ നമ്മളുടെ വിദ്യാലയങ്ങളൊക്കെ തന്നെ ഈ നേരത്തെ ഉണ്ടായ ബ്രാഹ്മണികമായ ദേവാലയ ഘടനയിലേക്ക് സങ്കോചിച്ചു പോവുകയാണ്. ഇപ്പം വേദങ്ങളുടെ നാട് എന്ന് EMS പുസ്തകം എഴുതിയതിനാൽ തമിഴ്നാട്ടിലെ ആളുകൾ വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കേട്ടതാണ് അതില് കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ. കാരണം ആ പ്രയോഗത്തിലുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ EMS വളരെ പ്രസക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. വേദങ്ങൾ പഠിച്ചത് കാണാതെ ഇങ്ങനെ പഠിച്ചു, വാസ്തവത്തിൽ ആ കാലം വേസ്റ്റായി പോയി എന്ന് പറയുന്നുണ്ട്. കാരണം വെറുതെ കാണാതെ പഠിക്കുകയാണ്. ഈ കാണാതെ ഉരുവിട്ട് പഠിക്കുന്ന ഒരു വൈദിക സമൂഹവും എല്ലാം അനുസരിക്കുന്ന മറ്റൊരു പ്രാന്തവും ഉണ്ടാവുക എന്ന രീതിയിലേക്ക് നമ്മുടെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ഘടനയെ മാറ്റിയേക്കാമെന്ന് ഭയപ്പെടേണ്ട ഒരവസ്ഥയാണ്. അത് മാറ്റാതിരിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായത് കൊണ്ട് മാത്രം സാധ്യമല്ല. മറിച്ച് അപ്പോഴേക്കും നമ്മുടെ വിദ്യാഭ്യാസം ഈ രീതിയിൽ പരിവർത്തിക്കപ്പെട്ടെങ്കിൽ അതിലൂടെ കടന്നു വരുന്ന അധ്യാപക വിദ്യാർത്ഥി ലോകം തീർച്ചയായും ആന്തരവൽക്കരിക്കുന്ന ചിന്ത മുഴുവൻ വളരെ പ്രതിലോമകരവും ജനാധിപത്യ വിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവും മതനിരപേക്ഷ വിരുദ്ധവും ഒക്കെ ആയിരിക്കും. അത് അവനവന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AK വാസു പറയുന്നുണ്ടല്ലോ, ഞാനിത് ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പം കേരള പാണ്ഡിയം പഠിക്കുമ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാണ് അത് ആ ഒരു ഘട്ടത്തിലാണ്. അത് പ്രത്യേകിച്ച് മലയാളമൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ക്ലാസ്സിൽ തന്നെ പോവില്ല, കുറെ ആൾ പോകും കുറെ ആൾ പോവില്ല എന്ന് പരീക്ഷ എഴുതേണ്ടതും പാസ്സാകേണ്ടതും മാത്രം കാര്യങ്ങൾ നോക്കും. പക്ഷെ പിന്നീട് വീണ്ടും വായിക്കും. അവിടെയാണ് പുനർവായന എന്നൊക്കെ പറയുന്നതിന്റെ പ്രസക്തി. പിന്നീട് നമ്മളിപ്പോ ഇന്നത്തെ ഒരു ഭൗതിക ലോകത്ത് നിലനിന്നുകൊണ്ട് ഈ പാഠങ്ങളെ പുനർവായനക്ക് വിധേയമാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെ പഠിച്ചത്
വലിയൊരു പരിധിവരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അതുകൊണ്ടാണല്ലോ ഈ ഫാസിസത്തിനൊക്കെ വളരെ എളുപ്പത്തിൽ, ഇപ്പം വളരെ പെട്ടെന്നല്ലല്ലോ ഫാസിസം ജർമ്മനിയിലോ ഇറ്റലിയിലോ ഒന്നും കടന്നു വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ 1840കളിൽ നടന്നിട്ടുള്ള സംവാദമാണല്ലോ ജൂതപ്രശ്നം. അത് കഴിഞ്ഞ് 10-90 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ 10-60 ലക്ഷം ജൂതരെ കൊന്നുകളെന്ന്. അപ്പൊ ഈ ജൂതപ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടെ എത്തും? സമൂഹത്തിലെ ഒരു വൈരമാണ് അല്ലെങ്കിൽ വിദ്വേഷമാണ് അത് ഉണ്ടാക്കുന്നത് എന്ന്, അതൊരു ഹെയ്റ്റ് ഫിലോസഫി ആണ് എന്ന് തിരിച്ചറിയുകയും നിരന്തരം പറയുകയും അതിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസവും നമുക്ക് വേണ്ട എന്ന് ഉറക്കെ വിളിച്ചു പറയാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ പറയുന്നത് നമ്മുടെ പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ ഘടനയും ഇപ്പൊ മാറ്റുമോ, ആ പാഠ്യഘടനയിലുള്ള മാറ്റവും വിദ്യാഭ്യാസ ഘടനയിലുള്ള മാറ്റവും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയവും എല്ലാം വാസ്തവത്തിൽ കൺവെർജ് ചെയ്യുന്നത്, ഏകീകരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ എക്കണോമിയിലാണ്. അത് ഫാസിസ്റ്റ് കോർപ്പറേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സാധാരണഗതിയിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ സാധ്യമാകുന്ന വിമർശനങ്ങളോ മുതലാളിത്ത വ്യവസ്ഥക്കകത്ത് നിലനിൽക്കുന്ന മൂലധന മത്സരമോ പോലും സാധ്യമല്ലാത്ത രീതിയിൽ അങ്ങേയറ്റം സങ്കുചിതമായ മനുഷ്യരെ ഭാസ്കര പട്ടേലരും തൊമ്മികളുമാക്കി മാറ്റുന്ന, മനുഷ്യരെ മൗനികളാക്കി മാറ്റുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുടെ പുനരുൽപാദനം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഘടനയെ ഉല്ലംഘിക്കാനുള്ള, മറികടക്കാനുള്ള സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാംസ്കാരിക പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ കഴിയട്ടെ, വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ഒക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഇടപെടൽ, ഇതിൻ്റെ ഈ നിങ്ങൾ നടത്തി വരുന്ന പരിപാടിയുടെ 4 ദിവസമായി നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ തീർച്ചയായും ഞാൻ സംഘാടകരോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് നേരത്തെ ഇവിടെ മണികണ്ഠ സൂചിപ്പിച്ചതുപോലെ പരിമിതമായ രീതിയിലാണെങ്കിലും കിട്ടാവുന്ന സന്ദർഭങ്ങൾ സമൂഹത്തിൽ നമുക്ക് ഇതുപോലുള്ളൊരു കലുഷമായ കാലത്ത് ഇടപെടാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും ഏറ്റവും വലിയൊരു നേട്ടമായാണ്, വ്യക്തിപരമായ നേട്ടമായാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ, ഇത്രയും കാലം പഠിച്ച് പഠന പ്രക്രിയയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് സമൂഹത്തോട് ചെയ്യാവുന്ന ഉത്തരവാദിത്വത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും നിർവഹിക്കുക എന്ന ഇതിനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ എനിക്ക് ലഭ്യമായത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ശ്രവിച്ച ആളുകൾക്കും ഇതിന്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. വളരെ വളരെ നന്ദി പോക്കർ മാഷെ. പ്രത്യേകിച്ച് മാഷ് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വരേണ്യവർഗത്തിന്റെ വ്യാകരണം എന്ന ഒരു പദം ഉപയോഗിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഈ സമഗ്രമായ ഇവരുടെ ഈ ഫാസിസ്റ്റ് വിദ്യാഭ്യാസ പദ്ധതിയെ തന്നെ അത്തരം ഒരു വാക്കുകൊണ്ട് പോഷിപ്പിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു ശേഷി, അതിന്റെ പ്രഹരശേഷി നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അംബേദ്കർ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ അംബേദ്കറിലൂടെ നവ വിദ്യാഭ്യാസ രീതികൾ തുടങ്ങി വെച്ച ആ രീതിയെ മുഴുവൻ തകർക്കുന്ന, അത് എനിക്ക് തോന്നുന്നത് പോക്കർ മാഷ് ഒരു 4 ദിവസം മുഴുവൻ കഥ പറഞ്ഞു കഴിഞ്ഞാലും ഈ വരേണ്യ വർഗത്തിന്റെ വ്യാകരണ കഥകൾ, പ്രത്യേകിച്ച് അടുത്ത കാലം ഇന്ന് പോലും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകൾ പറഞ്ഞാൽ പോലും അവസാനിക്കില്ല. അത്ര കണ്ട് വിഡ്ഢിത്തങ്ങളും അശാസ്ത്രീയമായ കെട്ടുകാഴ്ചകളുമാണ് കുട്ടികളുടെ മേലും അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്നവരുടെ മേലും പോലും സർവ മേഖലകളിൽ നിന്നുള്ള പിന്തുണയോടുകൂടി നടപ്പിലാക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭീകരത. പക്ഷേ സർവ മേഖലകളിൽ നിന്നുള്ള പിന്തുണയോ, അപ്പൊ അതുകൊണ്ട് മാഷ് നേരത്തെ പറഞ്ഞ പോലെ സർവ മേഖലകളിൽ നിന്ന് തന്നെ ഇതിന് എതിർപ്പുണ്ടാവണം. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും വിദ്യാഭ്യാസ അക്കാഡമിക്കൽ ഭാഗത്തു നിന്നാണെങ്കിലും വീടിനകത്തു നിന്നാണെങ്കിലും. കാരണം ഇത് സർവ മേഖലകളെയും ബാധിക്കുന്ന ഒരു തിരിച്ചുപോക്കാണ്. അത് കോർപ്പറേറ്റ് ഫാസിസ്റ്റ് സംഘടിതമായ കൃത്യമായ അജണ്ടയോടുകൂടി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇതിന്റെ ഈ പ്രഭാഷണ പരമ്പരയുടെ നാളെ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ PJ ജെയിംസ് ആണ്. വിദ്യാഭ്യാസം RSSന്റെ മുഖ്യ പ്രത്യയ ശാസ്ത്ര
രാഷ്ട്രീയ ആയുധമാകുമ്പോൾ എന്ന വിഷയത്തിലാണ് നാളെ കൃത്യം 7 മണിക്ക് നമ്മോടൊപ്പം പി ജെ ജെയിംസ് പങ്കുചേരുന്നത്. ഇത് യൂട്യൂബ് ചാനലിലൂടെയും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ നടത്തുന്ന സംഭാഷണം നേരിട്ട് കൾച്ചറൽ ഫോറത്തിന്റെ ഫേസ്ബുക്കിലൂടെയും ലൈവായി തന്നെ കാണുന്നുണ്ട്. ലൈവായി കണ്ടവരും നമ്മോട് കാലഘട്ടത്തിനനുസരിച്ച് പുരോഗമനപരമായ വിപ്ലവാത്മകമായ ഈ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യം ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നാളെ 7 മണിക്ക് പ്രഭാഷണ പരമ്പര തുടരും. നന്ദി. എല്ലാവർക്കും നന്ദി.